ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ 28ാമത്തെ പകലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാളെ അസ്തമിച്ചാൽ നിലാവ് കാണുകയാണെങ്കിൽ നാളത്തെ നോമ്പ് കൂടി മാത്രമാണ് നമുക്ക് ലഭിക്കുക. മാസം 29ഉം 30ഉം ആയി വരിക എന്നത് സ്വാഭാവികമാണ്. എല്ലാ മാസവും 30 തികയില്ല ചന്ദ്രമാസം. പലപ്പോഴും 29 ആയിരിക്കും. പക്ഷെ കാലയെ കൂട്ടി 29 അല്ലെങ്കിൽ 30 എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു വകുപ്പ് പഠിപ്പിച്ചിട്ടില്ല. മാസം 29ഉം 30ഉം ആകും. അതുകൊണ്ട് നിലാവിനെ ആസ്പദമാക്കിയിട്ടാണ് 30 29 30 എന്ന് തീരുമാനിക്കേണ്ടത് എന്ന നയമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 2 ദിവസം ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ ഇങ്ങനെ ഇവിടെ സംസാരിക്കാനുള്ള അവസരവും അതിലുള്ള കഴിവും തൗഫീഖും അള്ളാഹു ജല്ല ജലാലുഹു നൽകി. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റുകളും ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾക്കാണ് എന്ന് ഞാൻ തുറന്ന് പറയുകയാണ്. കാരണം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. അത് കേൾക്കാൻ, അതുപോലെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സന്നദ്ധമാകുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിലാണല്ലോ ഇത് വിജയിക്കുന്നത്. ഇത് വെറും ഒരു പണിയല്ലല്ലോ. അൽഹംദുലില്ലാഹ്, പലരും നമ്മുടെ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം പറഞ്ഞത് വളരെ സ്തുത്യർഹമായി കാണുകയും അത് എപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഖബൂലിയത്ത്, അവൻ്റെ സ്വീകാര്യത കിട്ടുക എന്നതാണ് വലിയ വിഷയം. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അമലുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സേവനങ്ങൾ അതെല്ലാം അംഗീകരിക്കപ്പെടണം. എവിടെ ആരുടെ മുന്നിൽ പറയപ്പെട്ടിട്ടോ അംഗീകരിക്കപ്പെട്ടിട്ടോ സ്റ്റേജിലോ പേജിലോ നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രചാരം ലഭിക്കുകയും പറയപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രമൊന്നും കാര്യമാവില്ല. അതൊന്നും വേണ്ടെന്നോ അതൊന്നും ശരിയല്ലെന്നോ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷെ അവിടെയൊന്നുമല്ല കഴമ്പ്. അള്ളാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുക എന്നതാണ്. അള്ളാഹു തആല അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിച്ച് ജീവിച്ച് നാളെ പരലോകത്തിൽ മോക്ഷം ലഭിക്കണം, അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറയിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തുകളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, അത് വേണ്ടെന്ന് വെച്ച് വിലങ്ങിയവൻ ഒഴികെ. തട്ടിക്കളഞ്ഞ് നോ എന്ന് പറയുന്ന അബാ എന്ന് ഇബ്ലീസിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബാ വസ്തക്ബറ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശവും കൽപ്പനയുമാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നും ഇത് റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും നോ, ഞാനതിനില്ല, സംഗതി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ അതൊന്നും ശരിയാവില്ല, ഞാനില്ല എന്ന നിലക്ക് അത് തട്ടിവിലങ്ങി അങ്ങോട്ട് നോ പറയുന്ന ആളുകൾ ഒഴികെ. നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തുകളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ ഖീല വമൻ അബാ. അപ്പോൾ ചോദിക്കപ്പെട്ടു, സഹാബികൾ ആരോ ചോദിച്ചു, ആരാണ് നബിയെ ഈ അബ, ഈ വിലങ്ങുന്ന ആള് ആരാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കും. വമൻ അസാനി ഫഖദ് അബാ, എനിക്ക് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, അസ എന്ന് പറയണമെങ്കിൽ കൽപ്പനയുണ്ട്, നിർദ്ദേശമുണ്ട്, എന്നോടാണ് ആ പറയുന്നത് എന്നൊക്കെ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാനതിന് തയ്യാറല്ല എന്ന നിലക്കത് പറഞ്ഞാലും ശരി, മാനസികാവസ്ഥയായാലും ശരി, അങ്ങനെ ആ കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറി നിന്ന് എതിര് പ്രവർത്തിക്കുക, അതാണ് ഇസ്യാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വമൻ അസാനി, എനിക്ക് ആരെങ്കിലും എതിര് ചെയ്താൽ ഫഖദ് അബാ, അവൻ വിലങ്ങി, അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ എല്ലാറ്റിനെയും സ്പർശിക്കുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചെറുതാണെന്ന് നമുക്ക് തോന്നാവുന്ന പല കാര്യങ്ങളും വളരെ കാര്യഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരു ഉദാഹരണം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തയഖള അഹദുകും മിൻ നൗമിഹി ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹാ സലാസൻ. നിങ്ങളൊരാൾ ഉണർന്നാൽ, ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ, അവൻ്റെ കൈ കൊണ്ടുപോയി പാത്രത്തിൽ, വെള്ളത്തിൻ്റെ പാത്രത്തിൽ മുക്കാൻ പാടില്ല. ഹത്താ യഗ്സിലഹാ സലാസൻ, പുറത്ത് വെച്ച് 3 തവണ കൈ കഴുകിയിട്ടല്ലാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയി വെള്ളത്തിൽ കൈ മുക്കാൻ പാടില്ല. ഫഇന്നഹു ലാ യദ്രി അയ്ന ബാതത് യദുഹു, കാരണം അവന് അറിയില്ല, അയ്ന ബാതത് യദുഹു, അവൻ നന്നായി ഗാഢനിദ്രയിലായി കഴിയുമ്പോൾ അവൻ്റെ കണ്ണ് തൽക്കാലം പണിമുടക്കി, അവൻ്റെ കാത് അതും അതിൻ്റെ പ്രവൃത്തി തൽക്കാലം നിർത്തിവെച്ചു, അവൻ്റെ മറ്റ് അവയവങ്ങൾ പലതും നിശ്ചലമായി എല്ലാം ഇങ്ങനെ ഫ്രീയായി നിൽക്കുകയാണ്, പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ആ സമയത്തും
നമ്മൾ അറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവം ഉണ്ട്. ആ അവയവമാണ് കൈ. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഉറക്കിൽ തന്നെയാണ് എവിടെയോ എന്തോ ഒരു ചൊറി, നല്ലൊരു കൊതുകടിച്ചിട്ട് അതിൻ്റെ ഒരു ചൊറിയാണ് അല്ലെങ്കിൽ വേദനയാണ്. അപ്പോഴേക്ക് ഉടനെ നമ്മുടെ കൈ എവിടെ എത്തിപ്പോയി? നമ്മൾ ഉറക്കളിഞ്ഞിട്ടില്ല. അടുത്തുള്ള ആളുകൾ സംസാരിക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അവിടെ ഉള്ളതൊന്നും നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. എങ്കിലും നമ്മുടെ കൈ വളരെ പെട്ടെന്ന് എമർജൻസിയായി അവിടെ എത്തുകയാണ്. നമ്മുടെ കൈ ഉറങ്ങുന്ന സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എവിടെയായിരിക്കും വീണത്, ആ കയ്യിൽ എന്തായിരിക്കും അകപ്പെട്ടത് എന്ന് അറിയാൻ അവനിക്ക് കഴിയൂല. അതുകൊണ്ട് ഉണർന്നാൽ പെട്ടെന്ന് കൊണ്ടുപോയി കൈ കഴുകി വൃത്തിയാക്കാതെ വെള്ളത്തിൻ്റെ പാത്രത്തിൽ മുക്കരുതെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കൊറോണ വന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടെയുള്ള ജനങ്ങളെ വളരെയധികം ബോധവൽക്കരിച്ചു. അത് വളരെ നല്ലതാണ്. സാന്ദർഭികമായി വിഷയങ്ങൾ പറയുകയും നിർദ്ദേശിക്കുകയും മനുഷ്യ നന്മക്ക് ആവശ്യമായ കാര്യങ്ങൾ ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത് സ്തുത്യർഹമായ ഒരു കാര്യമാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? 20 സെക്കൻഡെങ്കിലും ഏറ്റവും കുറഞ്ഞ് കൈ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കോർത്തിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് കഴുകണം. എന്നാൽ കൊറോണയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മുടെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മളെ പഠിപ്പിച്ചു. 5 നേരം വുളൂ ചെയ്യുന്ന സമയത്ത് തഖ്ലീലുൽ അസാബിഇ, വിരലുകൾ പരസ്പരം ഇങ്ങനെ കോർത്തിണക്കി കഴുകണമെന്ന് പഠിപ്പിച്ചു. ഖല്ലിലു അസാബിഅകും, നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ കോർത്തിണക്കി കഴുകുവീൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. വുളൂ ചെയ്യുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി പരമാവധി മുബാലഗത്ത് കാണിക്കണമെന്നാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് വുളൂവിൻ്റെ സുന്നത്തപ്പെട്ടതാണ്. നോമ്പുകാരനല്ലാത്തവൻ പരമാവധി അങ്ങ് തരി പോയിട്ട് അടങ്ങാറായത്, പരമാവധി അങ്ങോട്ട് കയറ്റിയിട്ട് 3 തവണ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ചീറ്റ. അവന്റെ വൃത്തി എത്രയായിരിക്കും? ഇത് 5 നേരം ഏറ്റവും കുറഞ്ഞ വുളൂ എടുക്കുന്ന സമയത്ത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഗസ്ലുൽ ബറാജിം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. കയ്യിൻ്റെ ഈ വിരൽപ്പൊടിയും അതിൻ്റെ ഇടയിലുള്ള ഈ കെണിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് കഴുകാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശമുണ്ട് നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാമിൽ. നിങ്ങൾക്ക് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ആയ, അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അൽ ഫിത്രത്തു ഖംസുൻ, ഫിത്രത്ത് 5ആണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ, പഴയകാലം മുതലേ സർവ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ അനുയായികളും അനുവർത്തിച്ച് പോന്ന വളരെ പഴക്കമുള്ള പുരാണമായ സുന്നത്ത്. അത് മനുഷ്യന്റെ ഒരു ജിബില്ലത്ത്, ഒരു സൃഷ്ടിപ്പിൽ തന്നെ ഉള്ള ഒരു സംഗതി പോലെ, മനുഷ്യനെ അതിൽ ഊട്ടപ്പെട്ടതുപോലെ. അതുകൊണ്ടാണ് ഫിത്രത്ത് എന്ന് പറഞ്ഞത്. ഫിത്രത്തിന്റെ കാര്യങ്ങൾ 5 ഉണ്ട്. വേറെ ഹദീസുകളുണ്ട്, അതാണ് 5 ഉണ്ട് എന്ന് പറഞ്ഞത്. 5-ലേറെ ഇല്ലാന്ന് കൃത്യമായിട്ട് പറയണ്ട. 5 കാര്യങ്ങളുണ്ട്. ഈ ഹദീസിൽ 5 പറഞ്ഞിട്ടുണ്ട്. 1 അൽ ഖിതാനു, മാർക്കം ചെയ്യലാണ്. സുന്നത്ത് കല്യാണമെന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ശാഫിഈ മദ്ഹബ് അനുസരിച്ച് കൊണ്ടൊക്കെ വുജൂബായ വാജിബായ സംഗതി അൽ ഖിതാൻ. അത് ശറഇൽ വലിയ കാര്യമായി പഠിപ്പിച്ച ഇത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഖലീലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം അതിൽപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇഖ്തിതാൻ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ മുസ്ലിംകൾ അല്ലാത്തവരും പലരും ഈ കർമ്മം നിർവഹിക്കുന്നുണ്ട് ആരോഗ്യപരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധ ദീൻ നേരത്തെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അൽ ഫിത്രത്തു, ഫിത്രത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയാണ് ഖിതാൻ വൽ ഇസ്തിഹ്ദാദ്. അതുപോലെ ഹദീദ് ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ കത്തി ഉപയോഗിക്കുക. അതൊക്കെ ഒരു ഓപ്പണായിട്ട് പറയാതെ വിഷയം മനസ്സിലാക്കുന്ന നല്ല പ്രയോഗങ്ങളാണ്. ഇസ്തിഹ്ദാദ് ചെയ്യുക, കത്തി പ്രയോഗിക്കേണ്ട സ്ഥലത്ത് രഹസ്യമായ സ്ഥലങ്ങളിലൊക്കെ കത്തി ഉപയോഗിച്ചുകൊണ്ട് വേണ്ടത് ചെയ്യുക. ഇതാണ് ഇസ്തിഹ്ദാദിന്റെ അർത്ഥം. വഖസ്സുശാരിബി, മീശ വെട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സുന്നത്താണത്. ഖസ്സുശാരിബ്, മീശ വെട്ടേണ്ട സമയത്ത് വെട്ടണം. ഹുംറത്തു ശഫത്ത്, ആ ചിറിയുടെ ചുണ്ടിന്റെ ആ ചുവപ്പ് വെളിവാകുന്ന വിധത്തിൽ മീശ വെട്ടണം. പറ്റേ വടിച്ചു കളയരുത്. അതേ സമയത്ത് വല്ലാതെ മീശ ഇങ്ങനെ വളർന്നിട്ട് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ ഗ്ലാസ് ഇങ്ങനെ എന്ത് ചെയ്യുക, രോമം ഇങ്ങനെ ആകുക. ആ രൂപത്തിൽ മീശ വളർത്തരുത്. വെട്ടേണ്ട സമയത്ത് വെട്ടണം. അത് സുന്നത്തായ കാര്യമാണ്. നമ്മളുടെ ഭംഗിയും നമ്മുടെ മാന്യതയും അത് കീപ്പ് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ഭംഗി എന്ന് പറയുന്ന സംഗതി അത് ആർക്കെങ്കിലും ഉള്ളതല്ല, പിന്നെ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല വെച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഭംഗി. ഖുദൂ സീനതകും, മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ അഅറാഫിലെ ഒരായത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യ സമൂഹമേ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തെ സ്വീകരിക്കുക, ഭംഗി കീപ്പ് ചെയ്യുക. ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാരത്തിൻ്റെയും സമയത്ത്. ഒരർത്ഥപ്രകാരം പള്ളിയിലേക്ക് പോകുമ്പോൾ, സാധാരണ പള്ളിയിൽ പോകുന്നില്ല, മംഗലത്തിന് പോകുന്നല്ല, അതെല്ലാം മതി, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഇതെന്താ ഉള്ളേല് നല്ല വെടുപ്പും മാനാരമുള്ള നല്ല നിറയുള്ള ഇട്ടുകൊടുത്തിട്ട് വരിക. എന്താ എവിടെയാ പോകുന്നത്? പള്ളിയിൽ പോകുന്നില്ലേ? പള്ളി എവിടെയാ? അല്ലാഹു തആലയുടെ ഭവനാണ്. ഒരു പ്രമുഖ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈങ്ങിച്ചാറായിട്ടിട്ട് പോവും നമ്മൾ? ഇല്ല. അത് അവിടെ പോകുന്നതല്ല, ഇനി അത് തേച്ചിട്ട് വേഗം അന്നേക്ക് ഇട്ടിട്ട് പോവാ. കാരണം ആടെയല്ലേ പോകുന്നത്. ആ പുരക്കാരൻ്റെ ഏത് വീട്ടിലേക്കാണോ പോകുന്നത് ആ വീട്ടിൻ്റെ ഉടമയുടെ ഒരു സ്ഥാനമുണ്ടല്ലോ, അതനുസരിച്ച് കൊണ്ട് നമ്മൾ പോകുന്ന ആളും എന്ത് ചെയ്യണം? നമ്മുടെ ഡ്രസ്സ് ഒന്ന് പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ആടെ പോവുകയാണ്, ഇനി വേഗം ഈ തേച്ചൂട് ഇതാ പോവാ, നല്ല ഇട്ടുകൊടുത്തിട്ട് അല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ പള്ളി, ഈ പള്ളിയൊക്കെ അള്ളാഹുവിൻ്റെ ഭവനമാണ്, ബുയൂത്തുല്ലാഹി. അവിടെ വരുമ്പോഴാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളതും അതുപോലെ നല്ല വെടുപ്പുള്ളതും വൃത്തിയുള്ളതും ഇട്ടുകൊടുത്ത് വരേണ്ടത്. അതുപോലെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ഡ്രസ്സ് നന്നാക്കണം. തലപ്പാവ് ധരിക്കേണ്ടവർ തലപ്പാവ് ധരിക്കണം. ഏറ്റവും കുറഞ്ഞത് നിസ്കാരത്തിൽ മിഹ്റാബിൽ ഇമാമത്തായി നിൽക്കുന്ന ആളെങ്കിലും ഒന്ന് തലയെങ്കിലും മറക്കണം. അതൊക്കെ ഒരു അദബാണ്. എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് തലയിടണം. ഇന്നിപ്പോൾ ഈ പള്ളിയിൽ വന്നിട്ട് ആരെങ്കിലും തലയിൽ എടുക്കാൻ പറഞ്ഞു തരാൻ എടുക്കില്ല, അവരെ പറ്റി നോക്കിയിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ മൊത്തത്തിൽ പറയാണ്, പള്ളിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു തൊപ്പിയോ ഒരു ടവലോ എന്തെങ്കിലും ഒന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് അതിടണം. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളും നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് പരലോകത്തിൽ രക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഞാൻ പറയുന്ന സംഗതി. ഇങ്ങനെ ആരെങ്കിലും വാദിപ്രതിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവരോടുള്ള നിർദ്ദേശം എന്താ അറിയോ?
അങ്ങാടിയിലൂടെ പിന്നെ തല തുറന്നിട്ടുകൊണ്ട് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ, അത് ഒരു മുറുവത്തിന് കേടാണ്. അതുകൊണ്ട് അയാള് സാക്ഷി നിൽക്കാൻ പറ്റൂല എന്നാണ് ശരീഅത്തിന്റെ കോടതി നിയമം. അപ്പൊ എന്തെങ്കിലും ഒന്ന് തലയിലിടുക, അതൊന്നും ഒരു പഴഞ്ചൊന്നൊന്നുമല്ല അല്ലേ? നമ്മളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ അല്ലേ നല്ല തലപ്പാവൊക്കെ ധരിച്ചിരുന്നില്ലേ? അങ്ങനെ പലരും തൊപ്പി ധരിച്ചിരുന്നില്ലേ? അത് നോക്കി ധരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നും എവിടെയും പറ്റാത്ത സംഗതിയൊന്നല്ല. നല്ല മാന്യതയോടുകൂടി അഭിമാനബോധത്തോടുകൂടി തന്നെ ടവ്വലിട്ട് തൊപ്പിയിട്ട് തന്നെ പോയി, ഒരു പ്രശ്നവുമില്ല. അപ്പം പള്ളിയിലേക്ക് വരുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് തലമറക്കാൻ വേണ്ടി കരുതിയിട്ട് തലമറച്ചിട്ട് നിസ്കരിക്കുന്നത് അതൊരു അദബാണ്, പ്രത്യേകം സുന്നത്തായ സംഗതിയാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ 3-ാം വാല്യത്തിൽ കുറെ പേജുകൾ അത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ദീർഘമായി വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഉണർത്തുകയാണ്. ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും നിങ്ങൾ നിങ്ങളുടെ സീനത്ത്, നിങ്ങളുടെ അഴക് നിങ്ങൾ കീപ്പ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ത്വയ്യിബാണ്, അതുകൊണ്ട് അവൻ തീബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസിൽ കാണും. അനിബിനിൽ മുസയ്യബ്, സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തൊട്ട് താബിഈയാണ്, വലിയ മഹാനാണ്. സുമിഅ യഖൂലു, ഓർ പറയുന്നതായി കേൾക്കപ്പെട്ടു. എന്താ ഓർ പറഞ്ഞത്? ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, അല്ലാഹു തആല പരിശുദ്ധനാണ്, അതുകൊണ്ട് അവൻ തീബിനെ, പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. നദീഫുൻ, അവൻ നല്ല വെടുപ്പുള്ള ഔസാഫുകൾ ഉള്ളവനാണ്. യുഹിബ്ബുൻ നദാഫത, അവൻ വെടുപ്പിനെ ഇഷ്ടപ്പെടുന്നു. കരീമുൻ, അല്ലാഹു വലിയ മാന്യനാണ്. യുഹിബ്ബുൽ കറമ, അവൻ കറമിനെ ഇഷ്ടപ്പെടുന്നു. അവൻ ഔദാര്യത്തെയും അവൻ മാന്യതയെയും ഇഷ്ടപ്പെടുന്നു. ജവാദുൻ, അല്ലാഹു തആല വല്ലാതെ കൊടുക്കുന്ന ധർമ്മിഷ്ഠനാണ്, ഉദാരമതിയാണ്. യുഹിബ്ബുൽ ജൂദ്, അവൻ ധർമ്മത്തെയും ഉദാരതയെയും ഇഷ്ടപ്പെടുന്നു. ഫനദ്ദിഫൂ, അതുകൊണ്ട് നിങ്ങൾ വെടിപ്പാക്കുവീൻ, വൃത്തിയോടെ സൂക്ഷിക്കുവീൻ. ഉറാഹു ഖാല, ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു നദ്ദിഫൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റം പരിസരം അതൊക്കെ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവീൻ. വലാ തസബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ യഹൂദികളോട് സാമ്യമായി പോകരുത്. ഖാല, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞു, ഫദക്കർതു ദാലിക ലിമുഹാജിർ ബിൻ മിസ്മാർ, ഇങ്ങനെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ട ഈ വിവരം മുഹാജിർ ബിൻ മിസ്മാർ എന്ന് പറയുന്ന ആളോട് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈയാണല്ലോ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെയാണോ? തങ്ങളിൽ നിന്ന് കേട്ടതാണോ? താബിഈയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി അതിൻ്റെ നിജസ്ഥിതിയും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയും മഹാനവർകൾ പറയാണ്, ഞാനിത് മുഹാജിർ ബിൻ മിസ്മാർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇങ്ങനെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു തയ്യിബ, നദീഫുൻ യുഹിബ്ബുൻ നളാഫത, കരീമുൻ യുഹിബ്ബുൽ കറമ, ജവാദുൻ യുഹിബ്ബുൽ ജൂദ ഫനദ്ദിഫൂ. അപ്പോൾ മുഹാജിർ ബിൻ മിസ്മാർ പറഞ്ഞു, ഫഖാല ഹദ്ദസനീഹി عامر بن سعد عن أبيه عن النبي صلى الله عليه وسلم مثله حدثني عامر بن سعد عن أبيه عن النبي صلى الله عليه وسلم. ആമിർ ബിൻ സഅദ് അവരുടെ പിതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു സഹാബിയാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇങ്ങനെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തതും മഹാൻ പറഞ്ഞതും എന്നോട് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ അന്നഹു ഖാല,
അവിടെ നല്ലിപൂ എന്ന് പറഞ്ഞ് നിർത്താതെ നല്ലിപൂ അഫ്നിയതകും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതാണത്. അല്ലാഹു തആല വെടുപ്പുള്ളവനാണ്, അവൻ വൃത്തിയുള്ളവനാണ്, പരിശുദ്ധനാണ്, അവൻ ധർമ്മിഷ്ഠനാണ്, അവൻ മാന്യനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവൻ്റെ ആ സ്വഭാവം ഉൾക്കൊള്ളുകയും നിങ്ങൾ വെടുപ്പ് സ്വന്തം ശരീരത്തിലും നിങ്ങളുടെ പരിസരത്തിലും വെടുപ്പും അനാരവും കാത്തു സൂക്ഷിക്കണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ഈ ഫിത്രത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമൊന്ന് ഖസ്സുസാരിബ്, പിന്നെ പറഞ്ഞതോ തഖ്ലീമുൽ അദ്ഫാർ, നഖം വെട്ടുക. ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരോട് പറഞ്ഞു നോക്കണോ, പറഞ്ഞു കൊടുക്കണോന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി ചില മനുഷ്യന്മാരെ നോക്കിയെങ്കിൽ തിരിയും. ഇവർക്ക് നെയിൽ കട്ടറൊന്നും കിട്ടൂലി പഠിച്ചോനെ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് കാണുമ്പോൾ തിരിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും പ്രസക്തമായി ഈ വിഷയം പറഞ്ഞത് എന്തിനാണ്? മനുഷ്യത്വം എന്ന് പറയുന്നതും മാന്യത എന്ന് പറയുന്നതും വൃത്തി എന്ന് പറയുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. നഖ ഇങ്ങനെ നീട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ചേറും അഴുക്കുമൊക്കെ ആയിട്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇതൊരിക്കലും ശരിയല്ല. മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വുളൂഇന്റെ ഷർത്ത് പറയുന്ന സമയത്ത് നഖത്തിൻ്റെ ഉള്ളിൽ ഈ വിയർപ്പിൻ്റെയും പൊടിയുടെയും ഒക്കെ ഉള്ള ചേറുണ്ടല്ലോ, അത് വെള്ളം ചേർന്നതിനെ തടഞ്ഞാൽ വുളൂ ശരിയാവോ? അതിൽ ഖിലാഫുണ്ട്, തർക്കമുണ്ട്. അതേ സമയത്ത് നല്ല നഖമുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തു? മാവ് കുഴച്ചു, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊക്കെ മാവ് കുഴച്ചു. അങ്ങനെ ആ മാവ് നമ്മുടെ നഖത്തിൻ്റെ അടിയിൽ നന്നായി കട്ടിയായി പിടിച്ചു. എന്നിട്ട് വുളൂ എടുക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് തട്ടിയില്ല, എന്നാൽ വുളൂ ശരിയാവില്ല, ഉറപ്പില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നന്നായി നഖം മുറിക്കണം. അതിനൊക്കെ പ്രത്യേക സമയങ്ങളും അതുപോലെ രീതിയൊക്കെ പഠിപ്പിച്ചിട്ട് ഇപ്പം അത് വിശദീകരിക്കുന്ന സമയമില്ല. വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അങ്ങനെ വുളൂ എടുക്കുന്ന സമയം, അതിന് ടൈം വരെ എന്തായിട്ടുണ്ട്, അല്ല ഈ നഖം മുറിക്കേണ്ട സമയം വരെ പരിശുദ്ധ ശരീഅത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ വന്നിട്ടുള്ളതാണ്. വനത്തുൽ ഇബ്തി, കക്ഷരോമം പൊരിച്ചെടുക്കുക ആവുമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? വേദാറൊന്നും വേണ്ട, കക്ഷരമം പൊരിച്ച് പതിവാക്കിയാൾക്ക് വേഗം കഴിയും. നിങ്ങൾ ആരും അതിനെ മെനക്കേട് നിൽക്കണ്ട, എന്ത് ചെയ്താൽ മതി? ബ്ലേഡ് ഉപയോഗിച്ചാൽ മതി. പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ ഗുൽമാലായിട്ട് വേദനയായിട്ട് ബക്കുവരിഞ്ഞ് നിൽക്കണം എനിക്ക് ചെയ്യല. സംഗതി നത്തുൽ നിമിത് എന്നാണ് ഹദീസിലൊക്കെ പറയുന്നത്. അതൊരാൾക്ക് പതിവാക്കിയാൽ ഈസിയാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല, എന്ത് ചെയ്താൽ മതി? ആ രോമം ഒന്നൊക്കെ നീക്കി വെച്ചാൽ മതി. കൈ ബന്ധിക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് എന്നെ കളിക്കുന്ന രൂപത്തിൽ അതൊന്നും എന്തില്ല, ഒരു മാന്യതയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ചേർന്നതല്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഇസ്തിഹദ തന്നെയാണത്. കത്തി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കത്തി ഉപയോഗിക്കാന്ന് പറഞ്ഞില്ല, അത് തന്നെ. ഇതെല്ലാം ഈ ഹിസാലുൽ ഫിത്ര, ഫിത്രത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇതെപ്പോഴാ ചെയ്യേണ്ടത്? നഖമൊന്ന് മുറിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ മുറിക്കുക. താടി മീശയിൽ ഒരു കോലക്കേടായിക്കുണ്ടെന്ന് തോന്നുമ്പോൾ കാടി മീശയിൽ ഒപ്പിക്കുക. ഇതെന്നാ കുഞ്ഞോള, ഇതൊന്നും എനിക്കൊന്നും മറമറ പോറയണോ എന്ന് ചോദിക്കാൻ കാത്തിപ്പിക്കരുന്ന്. അവനവൻ്റെ ഒരു കോല ഉണ്ടല്ലോ, ആ കോലോ എന്ത് ചെയ്യുക, മറ്റൊരാൾ കൊണ്ട് പറയിപ്പിക്കാത്ത നിലക്കാവുക എന്നുള്ളതാണ് ഉറപ്പില്ല അതിൻ്റെ സമയം. ഇതെന്നാണ് ഒരാളിങ്ങനെ മുന്നിലിങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുമെല്ലാം ചെയ്ത് കന്നേരല്ലേ അവൻ്റെ മനസ്സ് പറയുന്നത്, ഈ ചങ്ങായിക്കൊന്ന് പോയിട്ട് ബാർബർ ഷാപ്പിൽ ഇതൊന്നും ഒപ്പിക്കറുള്ളൂ, ഇതൊന്നും കോലോ. ഇതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ബോറടിക്കുന്ന ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ ദീൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം പലരും ഫാഷനായിട്ട് ചെയ്യുന്ന വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും, എന്നെ കാണുന്ന ആൾക്കെല്ലാം ഭയങ്കര എന്നെപ്പറ്റി നല്ല ബ്യൂട്ടിയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന പോയത്തക്കാരല്ലേ കുറേ ആൾക്കാർ. ഈ തീരെ ബോറടിക്കുന്നൊരു സംഗതി ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിക്കുന്ന ആളുകളോടാണ്. അറിയാത്തത് കൊണ്ട് പലരും പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നമ്മൾ അറിയണം. അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നു,
ഖാല മഹാൻ പറയാണ് വഖതലന അല്ലേ വഖിതലന ഞങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടു, സമയം നിശ്ചയിച്ചു തന്നു. മീശ വെട്ടുന്നതിലും അതുപോലെ നഖം വെട്ടുന്നതിലും വനത്തുഫില്ലിബ്തി കക്ഷരോമം കളയുന്നതിലും വഹൽഖിൽ ആനതി അതുപോലെ ഇസ്തിഹദാദ് ചെയ്യുന്നതിലും അല്ലാ നതുർക അക്സറ മിൻ 40 ലൈല 40 ദിവസത്തിൽ ഒരിക്കലങ്ങനെ ചെയ്യാണ്ട് അത് മാക്സിമാണ് ഞാൻ പറയുന്നത്. മാക്സിമം 40 ദിവസത്തിന് അപ്പുറം കൊണ്ടുപോകരുതെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആധികാരികമായ വിഷയമാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സംഗതിയായത്. നിബിധങ്ങൾ എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഇന്നെല്ലാം മക്കാരിമുൽ അഖ്ലാഖാണ്, സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ചാണ് അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചെറിയ സംഗതിയല്ല. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായ സമയത്ത് എനിക്ക് ആഴ്ചക്ക് മുറിക്കാണ്ടാവില്ല, എൻ്റെ സ്ഥിതി എങ്ങനെയാണ്, അങ്ങനെ എല്ലാം മുറിച്ചോളൊന്നുമില്ല കേട്ടോ. ഒരാഴ്ച ആകുമ്പോഴത്തെ ആഴ്ച തിരിഞ്ഞു പറഞ്ഞ് വരുമ്പോഴത്തേക്ക് മുറിച്ചിക്കില്ലെങ്കിൽ ഇവിടുന്ന് ഒരു അനൗൺസ് പോലെ ഉണ്ടോ, ഇങ്ങനെ ഒരു ഇരിയും പോലെ ഉണ്ട്, എനിക്ക് മുറിക്കാണ്ടാവില്ല, ചെറുങ്ങനെ ഒന്ന് കട്ടർ വെക്കാണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പറയട്ടെ സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉറവകയിലല്ല, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഹദീസിന്റെ മാറ്റർ? മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു, ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അതിനെ അവൻ മാനമായ നിലക്ക് വളർത്തട്ടെ, അതിനെ ഇക്റാം ചെയ്യട്ടെ. അവിടെ എല്ലാത്തിനുണ്ട് ഒരു ഇക്റാം എന്ന് പറഞ്ഞ പരിഗണന. അവിടെ അവനവൻ്റെ തലയിലുള്ള മുടിക്ക് വരെ ഒരു പരിഗണനയും ഇക്റാമുണ്ട്. എല്ലാത്തിനുണ്ട് ഇക്റാം എന്ന് പറഞ്ഞ സംഗതി, മുടിക്ക് വരെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. മുടീനെ ബഹുമാനിക്കാൻ ഇപ്പം കണ്ണാടിൻ്റെ ഒക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ മുടിക്ക് സല്യൂട്ട് കൊടുക്കൊന്നും വേണ്ട. അതല്ല മുടീനെ ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ. ഒരു ചങ്ങായിക്കാൻ നമ്മളെ മുന്നിലോട്ടങ്ങ് പോയി, ഇതെന്നാ അവൻ്റെ മുടി, ഇതെന്തെന്നാ കോലോ എന്ന് പറയുന്ന രൂപത്തിലാകരുത്. ഇത് മനസ്സിലാക്കാത്ത കുറെ മനുഷ്യൻ പറഞ്ഞ് ആലോചിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ മറ്റേ ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി അംഗീകരിച്ച റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെട്ടു, ഞാൻ തൃപ്തിപ്പെട്ടു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയും റസൂലുമായി തൃപ്തിപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച മുഅ്മിനായ മനുഷ്യൻ തന്നെ കോലം കെട്ട രൂപം പലപ്പോഴും ആവിഷ്കരിക്കുന്നു. അത് പലപ്പോഴും അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കെല്ലാം ആ അവസ്ഥ ചേഞ്ച് ചെയ്ത് ഒരു കണ്ടാൽ ബോറടിക്കാത്ത രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മുടി ഉണ്ടെങ്കിൽ അതൊരു കോലം കെട്ട വല്ലാത്ത ഉല്ലേരി പോലത്തെ മുടിയാകാൻ പാടില്ല. മുടി തീരെ വെക്കരുത്. ഇങ്ങനെ മാസത്തിൽ 2 ആഴ്ച കൊള്ളുമ്പോൾ മുടി ഇങ്ങനെ മുണ്ടനം ചെയ്ത് വടിക്കണമെന്ന് ശറഅ് പറയുന്നില്ലട്ടോ. മുടി വടിക്കൽ സുന്നത്താകുന്ന സമയം ഒന്ന് പിറക്കുമുടി, അത് സുന്നത്ത് നിർബന്ധ കളയണമെന്ന്. അമീതു അൻഹുൽ അദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു എൻ്റെ ഓർമ്മ, അമീതി അൻഹുൽ അദാ, ഒരു അതയാണ് പിറക്കുടി എന്ന് പറഞ്ഞാൽ പിറക്കുന്ന സമയത്ത് ഉള്ള കുഞ്ഞൻ്റെ മുടി, തലയിലുള്ള മുടിയുണ്ടല്ലോ, ആ മുടി സാധിക്കുമെങ്കിൽ 7ൻ്റെ അന്ന് തന്നെ 7ാമത്തെ ദിവസം തന്നെ കളയണം. ചില പെണ്ണുങ്ങന്മാരുണ്ട്, പഴയ കാലത്തുള്ള പെണ്ണുങ്ങന്മാർ, പോയത്തക്കാരാന്ന് നിങ്ങൾ വിചാരിക്കണ്ടേക്ക്, നല്ല ബുദ്ധിയും വിവേകവും തിരിച്ചറിവും ദീൻ ചിട്ടയുമുള്ള ചില സ്ത്രീകളുണ്ടല്ലോ, 7 ദിവസം കഴിഞ്ഞിട്ട് മുടി കളഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ടൊന്നും കുടിക്കുകയില്ല. ഞങ്ങൾക്കറിയോ, ചെറുപ്പക്കാർക്കൊന്നും ചിലപ്പോൾ അത് തിരിഞ്ഞോളണമെന്നില്ല. കാരണം ശരിയല്ല. അമീത്തു അൻഹുൽ അദാ, അമീത്തി അൻഹുൽ അദാ, ഒരതയാണ് ആ വരുന്ന സമയത്തുള്ള ആ മുടി കളയണം. അത് ശറയിൽ ഉള്ളതായിരിക്കുന്ന ഒരു മുടി കളച്ചലാണ്.
മറ്റൊന്ന് ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ ആ നുസ്ക് ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഉംറ നിർവഹിച്ചു. അങ്ങനെ മുടി കളയൽ പ്രത്യേകം സുന്നത്തുണ്ട്. വെട്ടിയാൽ മതിയാകുമെങ്കിലും ഏറ്റവും അഫ്ദൽ മുടി കളയലാണ്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ആമീന മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീൻ. സൂറത്തുൽ ഫത്ഹിലാണ് എനിക്ക് തോന്നുന്നു ഓർമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മക്കം ഫത്ഹിന്റെ ഒരു വിഷയമാണ് പറയുന്നത്. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കും, മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീൻ, നിങ്ങളുടെ തലമുടി കളഞ്ഞവരായ നിലക്കും അതുപോലെ വെട്ടിയവരായ നിലക്കും. രണ്ടാം തവണയാണ് വെട്ടിയതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പം ആശ പിടിച്ച് ഒരുപാട് ക്യാഷും ചെലവഴിച്ച് സമയവും മെനക്കേട്ട് പൂതിയും ആശയും പൂതിയും വെച്ചിട്ട് ഹറമിൽ പോയി ഉംറ ചെയ്തേക്കുമ്പോൾ മൂപ്പർക്കൊരു മടി. 2-3 മുടി എടുത്താലും പോരാ അല്ലേ? സാധേ 3 കട്ട് ചെയ്താൽ പോരെ അല്ലേ? കാരണം ഓന് പോറ്റി വളർത്തുന്ന ഓമന മുടിയുണ്ടല്ലോ, ആ മുടി ആ സമയത്ത് വടിക്കാൻ പോലും മൂപ്പർ തയ്യാറില്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട അങ്ങനെ ചിന്തിക്കരുതെന്ന് ഇനി ആരെങ്കിലും ഉംറക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു മടിയില്ലാതെ എന്ത് ചെയ്യണം? അവിടുന്ന് കളയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ. മുടി മുണ്ടനം ചെയ്ത ഇഹ്റാമിൽ നിന്ന് വിരമിക്കുമ്പോൾ മുടി കളഞ്ഞ ആളുകൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അവിടെയുള്ള സഹാബികൾ പറഞ്ഞു, കളഞ്ഞോളെ മാത്രം തങ്ങൾ റഹ്മത്തിന് ദ്വാരക്കല്ല, ഞാൻ ചിലരെല്ലാം വെട്ടിയിട്ടുമുണ്ട്, ഓലെയും കൂടി ഒന്ന് പെടുത്തണം. വൽ മുഖസ്സിരീൻ, അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് തങ്ങളാ ദുആയിൽ 3 തവണ റസൂലുള്ളാഹ് മുഹല്ലിഖീൻ, മുടി കളഞ്ഞ ആളുകൾക്ക് ദ്വാർന്നല്ലോ. അപ്പോ ഈ മുടി വെട്ടിയ ആളുകളുണ്ട് കൂട്ടത്തിൽ, ഒരിക്കും കൂടി വൽ മുഖസ്സിരീൻ അതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കോ എന്ന് പറയുമ്പോൾ 4ാമതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖസ്സിരീൻ എന്ന് പറഞ്ഞത്, വെട്ടിയ ആളുകൾക്കും. അപ്പൊ അവിടെ മുടി കളയൽ എന്താണ്? സുന്നത്താണ്, അഫ്ളലാണ്. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുടിയൊന്നും വെക്കുക തീരെ സമ്മതിക്കാതെ എപ്പോഴും ഇങ്ങനെ മുടി പഠിച്ചിട്ട് നടക്കണമെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പല ഫിഖ്ഹിന്റെ കിതാബുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചില രംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുടി വെച്ചാൽ ആ മുടി എന്ത് ചെയ്യണോ? നല്ല എണ്ണ ഇട്ടിട്ട് നല്ല ചീകി മിനിക്ക് നന്നാക്കിയിട്ട് ഒരാൾ കണ്ടാൽ എന്തൊരു ഭംഗിയാണ്, ആ മുടി തന്നെ അങ്ങനെ നോക്കി നിന്ന് പോകുന്ന ജാതിയിൽ നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കണം മുടി. അതിനൊന്നും ഒരാൾക്ക് കഴിയൂല, സാമ്പത്തികമായിട്ട് കഴിയൂല. മുടിയെ ഈ പറഞ്ഞ പോലെ ഇക്റാമ് ചെയ്യാൻ കഴിയൂല, എണ്ണ ഇട്ടിട്ട് ചെയ്യാനൊന്നും കഴിയൂല. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓനിക്കും മുടി എന്താകരുത്. പിന്നെ ചില ആളുകളുണ്ടാവും, വലിയ ഒരു പണ്ഡിതൻ, അവര് പതിവാക്കി പോരുന്ന ഒരു രീതിയാണ് ഈ മുടി കളഞ്ഞിട്ടുള്ള, അധികം മുടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാൾ വല്ലാതെ മുടിയും വെച്ച് വന്നാൽ ഓരെ സംബന്ധിച്ചിടത്തോളം മുറുവത്ത് കേടാണ്. അങ്ങനെ മുറുവത്ത് കേടാന്ന് തോന്നുകയാണെങ്കിൽ അവിടെയും അങ്ങനെ കളയൽ സുന്നത്തുണ്ട്. അങ്ങനെ കുറച്ച് സംഗതി ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരെ മുടി വെക്കണ്ടെന്നൊന്നും ശർഅ് പറയുന്നില്ല. കുട്ടികളെ പ്രത്യേകിച്ചും പറയാം, ചെറുപ്പക്കാരോട് പറയാൻ. പക്ഷേ മുടി കണ്ടാൽ ആര് കണ്ടാലും അതിന് ഭംഗിയായി തോന്നണം, അതിനെ വേണ്ടതുപോലെ എണ്ണയിടണം, അതിനെ ചീകി ആക്കണം. പിന്നെ മുടി വെക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു രൂപം പലപ്പോഴും ഇന്ന് നമ്മുടെ ചില ചെറുപ്പക്കാരിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച, അവിടത്തേക്ക് വെറുപ്പുള്ള ഒരു സംഗതി നമ്മുടെ തലൻ്റെ മേലെ തന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ 24 മണിക്കൂറും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ ഒരു മോശമായ ഒരു ഏർപ്പാട് വേറെന്താ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം? മഹാന്മാരായ സ്വഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബത്തിന്റെ വിജയം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണോ തൃപ്തി, ആ തൃപ്തിയുള്ളത് മാത്രം ചെയ്യുക. അവിടത്തേക്ക് അനിഷ്ടമായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം വർജിക്കുക. അതേ ഒന്ന് നോക്കിയിട്ട് ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചാൽ മതി,
അത് എൻ്റെ ഈ ഡ്രസ്സ് കാരണമായിട്ടാണ് എന്ന് ആ സ്വഹാബിക്ക് തോന്നിയാൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത ഡ്രസ്സോ ഇല്ല, അത് വലിച്ച് വേഗം അഴിച്ചു മാറ്റുന്നു എന്ന് മാത്രമല്ല, ഒരു സഹാബി ചെയ്തത് അങ്ങനെ തന്നെ കരിച്ചു കളഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിന് തങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ഡ്രസ്സല്ലേ, അതുകൊണ്ട് നീ വേണ്ട. എന്തായടോ നിന്റെ ഡ്രസ്സ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരിച്ചു കളഞ്ഞു എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ എന്നെ കരിച്ചു കളഞ്ഞ് അതായിരിക്കും ഇങ്ങനെ പറ്റുന്നാക്കും, എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഡ്രസ്സ് വെച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനിഷ്ടം കാണിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്ത് എന്തെങ്കിലും ഒരു മ്ലാനത, ഒരു അനിഷ്ടം, ഒരു നിറപ്പകർച്ച നിബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തിനുണ്ടാകുന്ന ഒരൊറ്റ സംഗതിയും സഹാബികൾ ചെയ്യുന്നില്ല. അതാണ് മഹാന്മാരായ സഹാബത്തിന്റെ ഔന്നിത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്? കേട്ടോളൂ. വഅൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്താണ്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. പിന്നെ ആധികാരികത പറയണ്ട. അബാദിലുൽ അർബഅയിൽപ്പെട്ട 4 അബ്ദുള്ളമാരുണ്ട്, മഹാന്മാർ സഹാബികൾ. അതിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അംർ, അങ്ങനെ 4 അബാദിലത്തിൽ 4 അബ്ദുള്ളമാർ. അതിൽപ്പെട്ട പ്രധാനിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകനാണല്ലോ. മുത്തബിഉ സുന്ന എന്നാണ് അപരനാമം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്തുണ്ടോ അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുന്ന മഹാൻ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് ഖാൽ ഓർ പറയുന്നു, സമീഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഹാ അനിൽ ഖസഇ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു ഖസഇനെ തൊട്ട് വിരോധിക്കുന്നതായി കേട്ടു. ഖീല ലിനാഫിഇൻ, നാഫിഉ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മോനെ മൽ ഖസഉ, എന്താണ് ഈ ഖസഇ? അറബി ഭാഷ അറിയുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില അറബി ഭാഷ എന്തെങ്കിലും ഫ്രൈസായിട്ടൊക്കെ ഉപയോഗിക്കും. എന്താണ് ഖസഇ കൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിച്ചത്? നാഫിഉ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, യഹ്ലിഖു ബഅദ റഅസി സബി യഹ്ലഖു ബഅദ റഅസി സബി വയുത്രഖുൽ ബഅദു, കുട്ടികളുടെ മുടിയെടുക്കുന്ന സമയത്ത് കുറഞ്ഞ ഭാഗം കളയുകയും കുറഞ്ഞ ഭാഗം കളയാതെ വെക്കുകയും ചെയ്യുക. അങ്ങനെ സംഭവം ഇത് മുത്തഫഖുൻ അലൈഹിയാണ്, മനസ്സിലാക്കണം ഓരോരുത്തരും. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ആധികാരികമായ ഹദീസ്. ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ റസൂലുള്ളാഹിനെ പിന്തുടരുന്ന ആളുകൾക്ക് കഴിയില്ലേ? നമ്മൾക്കതിന് കഴിയണ്ടേ? ഇതുവരെ സംഭവിച്ചതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ തന്നെ പ്രായപൂർത്തിയായ വിവേകമുള്ള ആളുകൾ ചെറിയ കുട്ടികളെ 6, 7, 8, 10 ഒക്കെ വയസ്സുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ബാർബർ ഷാപ്പിൽ ഇരുത്തിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നു. കുട്ടികൾ ഉത്തരവാദിയാണോ? പ്രായപൂർത്തിയായിട്ടില്ല, തമ്മീ തെറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോയി അവിടെ ചെയറിൽ ഇരുത്തി കൊടുത്ത് അരിയത്തി നിന്നിട്ട് ഇങ്ങനെ ആറാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ വെപ്പിക്കുകയാണ്. ആരെ കൊണ്ട്? ബാർബറെ കൊണ്ട്. എന്നിട്ട് തലയുടെ ഇവിടെ ഇങ്ങനെ കാർന്നെടുത്തു, ഇവിടെ ഇങ്ങനെ കാർന്നെടുത്തിട്ട് മുടി ഇങ്ങനെ കുറഞ്ഞ ഭാഗങ്ങൾ. അള്ളാന്റെ റസൂല് വിരോധിച്ചു എന്നാണ് പറയുന്നത്. അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. ഹദീസാണോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ റിവായത്ത് ചെയ്യുന്നു സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിമിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വാശിക്ക് വേണ്ടി പറയുന്നതല്ല. ഇതിന്റെ പേരിൽ നിങ്ങളെല്ലാവരും കുറെ അങ്ങനെ കഥ വെച്ചോണ്ട് നമുക്ക് എന്താ പ്രശ്നം? വെച്ചിട്ടില്ലെങ്കിൽ എന്താ? ഇങ്ങനെയൊക്കെ വിവരമുണ്ട്, വിഷയമുണ്ട് എന്ന് ഈ ഉമ്മത്ത് അറിയണല്ലോ. അതുകൊണ്ട് പറയാം, അറിഞ്ഞിട്ട് ഞാളെ റസൂലുള്ളാഹിട്ടുള്ളൂ നമ്മൾ നോക്കൂല, നമ്മുടെ ഇവിടുത്തെ ഫാഷനാണ് നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ ധിക്കാരം ചെയ്തോട്ടെ, അവര് അതൊക്കെ പ്രശ്നമല്ല. ഇങ്ങനെ വിഷയമുണ്ട് നിങ്ങൾ പലരും അറിയില്ല. ഇങ്ങനെ മുടിയെടുക്കുന്നതിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? പലരും വിഷയം അറിയണ്ടേ? എല്ലാ സംഗതികളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിക്കാൻ ബാക്കിയുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ,
നമ്മുടെ ചെറിയ കുട്ടികളുടെ മുടിയെടുപ്പിക്കുന്ന സമയത്ത് ഇസ്ലാമികമായി ഒരു മുഅ്മിനിന്റെ കുട്ടിയാണ്, ഒരു മുസ്ലിമിന്റെ കുട്ടിയാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ മുടിയെടുപ്പിക്കണേ. നിങ്ങൾ സ്വന്തം മുടിയെടുക്കുമ്പോൾ ആരും ഈ പറഞ്ഞ ക്രോപ്പ് എന്ന് പറഞ്ഞ ഖസഇ എന്ന് പറയുന്ന രീതി സ്വീകരിക്കല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറഞ്ഞു തരാം. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ക്രോപ്പാക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എല്ലാ ആളുകളും അതാരാണിത്, നല്ല ഉഷാറുണ്ടത്, ഒരൊറ്റ കുട്ടി, ഞാൻ പറയുന്നു നിഷ്പക്ഷകനായ ബുദ്ധിയുള്ള വിവേകമുള്ള തിരിച്ചറിവുള്ള ഒരൊറ്റ കുട്ടിയും അതിനെന്താ അവരെ സപ്പോർട്ട് ചെയ്യൂല. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഇവനെന്നായി മുടി കൊണ്ടാക്കി വെച്ച് എന്നിങ്ങനെ പറയുന്നുണ്ട്. പരസ്യമായിട്ട് പറഞ്ഞിട്ട് നടക്കൂല. അതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന മുത്ത് മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികന്റെ തൃപ്തിയാണോ വേണ്ടത്? എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുവീൻ. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് മാത്രം പോരല്ലോ, അള്ളാഹ് ഇങ്ങോട്ട് നിങ്ങളെ ഇഷ്ടപ്പെടണ്ടേ. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചോളൂ. നിങ്ങൾ വേറെ ആരുടെയും കയ്യടി വാങ്ങാൻ നോക്കണ്ട, വേറെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട. നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തണം, ഞാൻ ഇഷ്ടപ്പെടുത്ത സ്വഭാവങ്ങൾ അനുകരിക്കണം, എന്നെ പിന്തുടരണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ മഹബ്ബത്ത് വെക്കും. എന്ത് ഉറങ്ങിയ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹ് ഇഷ്ടപ്പെട്ട എന്താ ഉണ്ടാകുക? എന്താ അതിന്റെ പവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകൾ ഇങ്ങനെ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല സുന്നത്തുകളും വിസ്മരിക്കപ്പെടുകയാണ്, അവഗണിക്കപ്പെടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ചൊരാൾ ജീവിച്ചാൽ 100 രക്തസാക്ഷിയുടെ പ്രതിഫലം അവനുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതുഹു അലൈഹി, ഞാൻ ഫർളാക്കിയ കാര്യത്തേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും കൊണ്ട് എന്നെക്കൊള്ള അടുക്കാൻ ഒരാൾക്കും കഴിയൂല. അല്ലാഹു തആല തന്നെ പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, വമാ സാല അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എൻ്റെ അടിമ എന്നെക്കൊള്ള സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പലരും അതൊക്കെ വിസ്മരിച്ച് കളഞ്ഞു, ചെയ്യാൻ സമയമില്ല. കാരണം ആ സമയത്തും മൊബൈലിൻ്റെ മുന്നിലാണ്. അതിൽ പ്രായവ്യത്യാസമില്ല. എല്ലാവരും ഇങ്ങനെ മൊബൈലിലൂടെ ആഗോള വിവരങ്ങൾ അറിയാൻ, വാർത്തകൾ അറിയാൻ വേണ്ടിയുള്ള വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. സുന്നത്തെടുക്കാൻ സമയമില്ല. വൈകുന്നേര സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ, ദിക്ർ ചൊല്ലാൻ, സബാഹിലും മസായിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നബിതങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലാൻ നേരമില്ല. 100 ഇസ്തിഗ്ഫാർ ചെയ്യാൻ നേരമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നൊരു 100 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു സംഗതിക്ക് നേരെ എല്ലാവരും മൊബൈലിന്റെ പിന്നാലെയാണ്. സുന്നത്തായ സുന്നത്തുകൾ മുഴുവൻ ഇങ്ങനെ കുന്നുകൂടി കിടക്കാൻ ആർക്കും വേണ്ട, അധികം ആളല്ല പിറകോട്ട്. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് എന്നെക്കൊള്ള അടുത്തുകൊണ്ടേയിരിക്കും. അതിനടുത്താലോ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കും. കണ്ടോ, രണ്ടും കൂട്ടിമുട്ടില്ല, ഹദീസും ആയത്തും. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് ആയത്ത്.
യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. അല്ലാഹു തന്നെ പറയുന്ന ഖുദ്സിയായ ഹദീസ്. ഫൈദാ ഹബബ്തുഹു, ഞാൻ ഓനെ സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ മഹബത്ത് ഒരു അബ്ദിന് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നേട്ടം? ഫൈദാ ഹബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിസു ബിഹാ വരിജലഹു അല്ലതീ യംശീ ബിഹാ. അവന്റെ കൈ, കാല്, കണ്ണ്, കാത്, അതിലൂടെ അത്ഭുതങ്ങൾ പ്രകടമാകുമെന്നർത്ഥം. സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ നടത്തമല്ല, സാധാരണ പിടുത്തമല്ല. അവന്റെ കൈ കൊണ്ട് ദൂരെയുള്ള സംഗതികൾ ചെയ്യാൻ കഴിയുന്നു. കാഫീലക്കാരെ കള്ളറ് പീഡിച്ചാരെ കാണാൻ നീലത്തിന്ന് കാബാൽ കൊന്നോവർ. ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതാ ഈ നിലക്കുള്ള കയ്യിൻ്റെ ഉടമയാണ്. വയദഹുല്ലതീ യബ്തിസു ബിഹാ, എത്രയോ നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള കൊള്ളസംഘം ഒരു സംഘത്തെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബഗ്ദാദിൽ നിന്നുകൊണ്ട് ഒരു മെതിയടി എന്ന് പറഞ്ഞ ചെരുപ്പ്, കാലിന് ധരിക്കുന്ന ചെരുപ്പുണ്ട്, അതൊരൊറ്റ ഏറെറിഞ്ഞിട്ട് മിസൈല് പോകുന്നത് പോലെ അവിടെയുള്ള കൊള്ളത്തലവന് കൊണ്ട് അവൻ്റെ കഥ കഴിഞ്ഞു പോയി. മാലയിൽ പറഞ്ഞ ചരിത്രമാണ് അത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രമാണ്. അങ്ങനെ നൂറുകണക്കിനുണ്ട് ഔലിയാക്കൾ, സഹാബികൾ ഒരുപാടുണ്ട്. സാധാരണ കൈയല്ല, സാധാരണ കാലല്ല, സാധാരണ കണ്ണല്ല, സാധാരണ കാതല്ല, സാധാരണ രീതിയല്ല. സുബ്ഹാനല്ലാഹ്. മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നഹാവന്തിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന സാരി റളിയല്ലാഹു അൻഹു കാണുന്നു. അതൊരു ഇങ്ങനെ ഇത് വെച്ചായിരിക്കും TV എന്ന് വിചാരിക്കുന്നു. അല്ല, ഒന്നുമില്ല, ഒരു സംഗതിയില്ല, ഭൗതികമായ ഒരു സംഗതിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. കണ്ടു. യാ സാരിയ അൽ ജബൽ, അൽ ജബൽ. സാരിയത്തിനെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു. ഡയറക്ഷൻ അവിടെ കേട്ടുപോയി. സാധാരണ കാതല്ല, സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ കാത്. പിന്നെ അത് എപ്പോഴും കേൾക്കുമോ? സുബ്ഹാനല്ലാഹ്. നഹാവന്തിൽ യുദ്ധം ചെയ്യുന്ന സാരിയനെ പിന്നെ മദീനത്തെ മെമ്പറമെന്ന് കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിക്കുന്ന സമയത്ത് അബൂലുലത്ത് വന്നിട്ട് കുത്തിയിട്ട് കണ്ടില്ലേ? അത് മൂമിന് ചോദിക്കൂല, അത് ചോദിക്കുക യുക്തിവാദി. ഒരു മൂമിനും ചോദിക്കൂല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ അങ്ങനെയാണ് മരണമെങ്കിൽ ഷഹീദാകട്ടെ, അത്ര ഇതിനുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടാകാം. എല്ലാ സംഗതിയും ആകുന്നൊക്കെ ചെയ്തോളുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഫീ സിത്തത്തി അയ്യാം എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു, പല സ്ഥലങ്ങളിലും പറഞ്ഞു. 6 ദിവസം കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാ ആവശ്യമുണ്ടോ? ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ അല്ലേ? നൊടിയുടെ കൊണ്ട് കഴിയും, സെക്കൻഡ് കൊണ്ട് കഴിയും എന്നല്ല പറഞ്ഞ് കൈ നിന്നെല്ലാം ചെയ്തോളണമെന്നുണ്ടോ? ഇത് എല്ലാം ഖുർആനിലുണ്ട്, എല്ലാ ഹദീസിലുണ്ട്. അവിടെ എന്താ മറുപടി? അല്ലാഹു ഇതാ അതായിരിക്കും നിഷേധിക്കാൻ പറ്റുമോ? ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന് 6 ദിവസമാണോ 5 ദിവസമാണോ ആവശ്യമുണ്ടോ? എന്ത് കാര്യം, അത് എത്ര വലുതായാലും ശരി. ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിനല്ലേ 6 ദിവസം കൊണ്ട് ആകാശം പഠിപ്പിച്ചു പറഞ്ഞ് അപ്പൊ അള്ളാഹു തആല കൈവില്ലാണ്ടേ പോയതാ. അതെന്താ ഇങ്ങനെ? എന്തെങ്ങനെ? മൂമിന് ചോദിക്കൂല, മുനാഫിക്ക് ചോദിക്കൂ, യുക്തിവാദി ചോദിക്കൂ. യുക്തിവാദി ചോദിക്കുള്ളൂ, മൂമിന് ചോദിക്കൂല. ഇരിക്കട്ടെ, ഞാൻ ആവശ്യത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞത്? സുന്നത്തുകൾ അതിങ്ങനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ അതിങ്ങനെ എന്താണ് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കടെ ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ മുടിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ സബിയൻ ഖദ് ഹുലിക ബഅദു റഅസിഹി വതുരിക ബഅദു. നബി തങ്ങൾ ഒരു കുട്ടിയെ കണ്ടു. ഇത് കുട്ടികളിൽ ആദ്യം ഉണ്ടാകുന്നുണ്ട്, വലിയവർക്ക് പറ്റുന്നല്ല. ഒരു കുട്ടിയെ നബി തങ്ങൾ കണ്ടു. കാരണോ ഒരു മാന്യതയുള്ള ആള് വണ്ണം വെച്ചാൽ വിവേകവും വിവരവും നന്നായി ചെയ്യൂലെന്ന്. കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, കൊണ്ടുപോയി ചെയ്യിക്കല്ലേ, അതുകൊണ്ടായി കുട്ടികളെ പറയുന്നത്. അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിയെ നബി തങ്ങൾ കണ്ടു. ആ കുട്ടീൻ്റെ തലന്റെ കുറഞ്ഞ ഭാഗം മുടി കളഞ്ഞിക്ക്, കുറഞ്ഞ ഭാഗം മുടി കളയാണ്ട് വെച്ചു.
ഫനഹാഹും അൻ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത് അരുത് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വിരോധിച്ചു. വഖാല, തങ്ങൾ പറഞ്ഞു, ഹിലിക്കൂല, ഒന്നേൽ തീർത്തും കളയാ, അല്ലെങ്കിൽ ഒത്തുകൂല, എല്ലാം മുഴുവനും വെക്കുക, ഒരു ഭാഗം കുറച്ച് കളി. എന്താ അപ്പം അതുകൊണ്ട് കാര്യം? അങ്ങനെ വെച്ചാൽ ഒരു റേഷൻ വെറുതെ കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ എഴുതെങ്കിലും സാധനം വെറുതെ ആരും കിട്ടുന്നുണ്ടോ? ഇതും കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇതിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇതടിക്കും പോലെ, എൻ്റെ മുടി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒരു ചാക്കായി വെറുതെ. എന്താ പിന്നെ കാര്യം? ഞാൻ മുസ്ലിമിനോടാണ് പറയുന്നത്, മൂമിനോടാണ് പറയുന്നത്. മൂമിൻ എന്നോട് പറയുന്നത് പേര് ശംസുദ്ദീൻ മൊഹീദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയാൽ പോരാ. നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ഷിആർ വേണം, ഇസ്ലാമിൻ്റെ ഷിആർ വേണം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു, വളരെ വിനയത്തോടെ പറയുന്നു, ആരോടും വെറുപ്പുണ്ടായിട്ട് പറയല്ല. നമ്മൾ 100% മുത്തഖിയായതുകൊണ്ട് പറയല്ല, വസ്തുത പറയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് അനുസരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ, അമിതമായി പോകരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു തആല അമിതമായി പ്രവർത്തിക്കുന്ന ആളെ ഇഷ്ടപ്പെടുകയില്ല. എന്താണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ? ഇമാം അല്ലാമ നസഫി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചത് കാണാം. വകാന ലിർറശീദി തബീബുൻ നസ്റാനിയുൻ ഹാദിഖുൻ. ഹാറൂൻ റഷീദ് എന്ന രാജാവിന് ഒരു നല്ല നിപുണനായ ഫേമസായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, നസ്റാനിയാണ്, ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫഖാല ലി അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു വാഖിദിൻ, അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു വാഖിദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ലൈസ ഫീ കിതാബിക്കും മിൻ ഇൽമി തിബ്ബി ശൈഉൻ, നിങ്ങളുടെ കിതാബാകുന്ന ഖുർആനിലെ അതിൽ വൈദ്യശാസ്ത്രപരമായിട്ട് ഒന്നുമില്ല. വൽ ഇൽമു ഇൽമാനി ഇൽമുൽ അബ്ദാനി വ ഇൽമുൽ അദിയാൻ. ഇൽമു 2 ജാതി ഉണ്ടല്ലോ, ഒന്ന് മതപരമായ ഇൽമ്, മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള ഇൽമുണ്ടല്ലോ, അബ്ദാനിനെ സംബന്ധിച്ചുള്ള. അപ്പൊ അതൊന്നും നിങ്ങളുടെ കിതാബിലില്ല എന്ന് ആരോട് പറഞ്ഞ്? അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ വാഖിദ് എന്ന് പറയുന്ന ആളോട് നസ്റാനിയായ ആ ഡോക്ടർ പറഞ്ഞു. ഫഖാല ലഹു അലിയുൻ, അപ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ വാഖിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഖുർആൻ ശരിക്കും നോക്കിയിട്ടുണ്ടേ കാണും. ഖദ് ജമഅ അല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ. അല്ലാഹു തആല വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കഴമ്പുകളെയും അതിൻ്റെ ആകത്തുകയെ ഒരു ആയത്തിൻ്റെ പകുതിയിൽ, അല്ല ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം തീർത്തുമില്ല, ഒരായത്ത് മുഴുവനുമില്ല, ഒരായത്തിൻ്റെ കുറഞ്ഞ ഭാഗത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടങ്ങ് ഓതിക്കൊടുത്തു, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ കുഴപ്പമില്ല, വലാ തുസ്രിഫൂ, അമിതമാകരുതേ. എത്ര വീട്ടിലുണ്ടാകാൻ തിരക്കേടില്ല, അവിടെ പോയിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട്, എനിക്കും വാങ്ങണം, കൊണ്ടുവന്ന് തിന്നാലും തിരക്കേടില്ല, ചാടിയാലും തിരക്കേടില്ല. എന്തൊരു ലോകമാണ് പഠിച്ചവനെ. നമ്മളെല്ലാവരും ഒന്ന് നന്നായിട്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും കൂടി ആലോചിക്കണേ സഹോദരങ്ങളെ. അള്ളാഹ് പറഞ്ഞു, കുലൂ നിങ്ങൾ തിന്നോളൂ, വശ്റബൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ, അമിതം പറ്റൂല. ഇത് തന്നെയാണ് ശരിക്ക് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ ആകത്തുക. ഇതൊരാൾ കീപ്പ് ചെയ്തോ? 4 വിദഗ്ധരായ വൈദ്യന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സംഭവം കിതാബുർ റഹ്മ ഫി തിബ്ബി വൽ ഹിക്മ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ വേറെ പല ഗ്രന്ഥങ്ങളിലുണ്ട്. അസ്റഖിന്റെ ഒരു കിതാബുണ്ട്, തിബിന്റെ കിതാബ്, അങ്ങനെ പല കിതാബുകളിലും കാണാം. അങ്ങനെ മാമൂൻ രാജാവാണെന്ന് തോന്നുന്നത് ഓരോ സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂടി 4 ഡോക്ടർമാർ, വലിയ വലിയ ഡോക്ടർമാർ. കൃത്യമായിട്ട് ഞാൻ ഇപ്പം നോക്കി വെച്ച് വന്നതല്ല, മുമ്പ് നോക്കിയ ഓർമ്മയാണ്. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ അതിൽ പിന്നെ ഖുറാസാൻകാരനുണ്ട്, അതുപോലെ ഇറാഖുകാരൻ, അങ്ങനെ പല 3-4 രാജ്യക്കാരുണ്ട്, സുഡാൻകാരനുണ്ട്, സുഡാനിയുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഒരാൾ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, രാവിലെ തന്നെ കുറച്ച് പച്ചവെള്ളം കുടിക്കലാണെന്ന് ഒരാൾ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞ് ചൂടുവെള്ളം കുടിക്കലാണ്, വേറൊരാൾ പറഞ്ഞ് കടുക്ക ഉപയോഗിക്കല. അങ്ങനെ 3 ആൾ 3 അഭിപ്രായം പറഞ്ഞു. അപ്പോഴൊക്കെ ഈ രാജാവ് എന്ത് ചെയ്തു, അതിലൊക്കെയുള്ള ചില മൈനസുകൾ പറഞ്ഞിട്ട് അതൊന്നും ശരിയാകുന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സുഡാനി എന്നാണ് ഓർമ്മ, മൂപ്പരിങ്ങനെ ഇതെല്ലാം കേട്ട് ഇങ്ങനെ അനങ്ങാണ്ടിക്കാണ്. നിങ്ങളെന്താ ഒന്നും പറയാം, നിങ്ങളെന്താ പറയുന്നതെന്ന് ചോദിച്ച് മൂപ്പര് പറഞ്ഞു, ഭക്ഷണത്തിന് നല്ല പോലെ താല്പര്യമുള്ള സമയത്ത്, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കുറച്ചും കൂടി വേണ്ടിയിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ എണീറ്റിങ് പോരുക. ഇതാണ്
രോഗമില്ലാത്ത വെറും ആരോഗ്യം. ഇത് പറഞ്ഞു തരണമെന്നാണ് മാമൂൻ രാജാവ് ഇവരോട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ശരിയായ എന്ത് ചികിത്സ, ഇതാണ് പിന്നെ ഒരു മനുഷ്യന് ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും സ്വീകരിക്കേണ്ട മാർഗം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. അത്രയേ ഉള്ളൂ. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അപ്പുറവും ഇപ്പുറവും വേറെ വാചകങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ വാചകങ്ങൾ കൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് എന്ന് അലി ഇബ്നു ഹുസൈനുൽ വാഖിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. ഫഖാല അൻ-നസ്റാനിയു, റെഡി, വലം യുർവ അൻ റസൂലിക്കും ശൈഉൻ ഫി തിബ്ബി. നിങ്ങൾ റസൂൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ റസൂലിനെ തൊട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. എല്ലാം നോക്കിയിട്ടൊന്നും പറഞ്ഞല്ല, ഒരാശയം പറഞ്ഞാണ്. ഫഖാല, അപ്പോൾ അലി ഇബ്നു അൽ ഹുസൈൻ ഇബ്നു വാഖിദ് പറഞ്ഞു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ജമഅ റസൂലുനാ അത്തിബ്ബ ഫീ അൽഫാലിൻ യസീറാ. ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിബ്ബ് മുഴുവനും, വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയങ്ങൾ മുഴുവനും കുറഞ്ഞ വാചകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണത്? വഹിയ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വാക്കാണ്, അൽ മഇദത്തു ബൈത്തുദ്ദാഇ. നമ്മുടെ ആമാശയം അത് രോഗത്തിൻ്റെ പൊരയാണ്, രോഗത്തിൻ്റെ വീടാണ്. വൽ ഹിമ്യത്തു റഅ്സു കുല്ലി ദവാ. എല്ലാ മരുന്നിൻ്റെയും എല്ലാ മെഡിസിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഹെഡ് പഥ്യം പാലിക്കലാണ്. പഥ്യം പാലിച്ചുകൊണ്ട് മാത്രം ഭക്ഷണമൊക്കെ കഴിക്കുക. അതാണ് വഅതി കുല്ല ബദനിൻ മാ അവത്തഹു. ഓരോ ശരീരത്തിനും ആ ശരീരത്തിന് പറ്റുന്ന, അല്ലേ? ഇപ്പം മരുന്നിന് വേണ്ടി ഡോക്ടറോട് പറയുമ്പോൾ എന്തെങ്കിലും അലർജിയുള്ള ഗുളിക ഉണ്ടോ, മരുന്നുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, അല്ലേ? കാരണം അതുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് വേണം അവർക്ക് ചെയ്യാൻ കൊടുക്കുക. അതുപോലെ എല്ലാ ശരീരവും ഒരുപോലെ, ശാരീരിക പ്രകൃതി വ്യത്യാസമാണ്. 10 ആളുടെ 10 തരത്തിലാണ്. അതുകൊണ്ട് ഒരുത്തനിക്ക് വരുന്ന പറ്റും, എനിക്ക് പറ്റുമല്ല, എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ള സാധനം എനിക്ക് കണ്ടുവിടാം, എനിക്ക് തീരെ കണ്ടുവിടാ സാധനം എനിക്ക് വല്ലാത്ത, അങ്ങനെയാണല്ലോ മനുഷ്യന്മാരുടെ സ്ഥിതി. അതുകൊണ്ട് ഇത് കീപ്പ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെയും ഹദീസുണ്ട്. ഇത് മാമല അബ്നു ആദമ വിആൻ ശർറൻ മിൻ ബത്നിഹി. തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രത്തെയും ഒരു വ്യക്തിയും നിറച്ചിട്ടില്ല. ബിഹസ്ബിബ്നി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹു. അതേ മനുഷ്യന് അവൻ്റെ എനർജി നിലനിർത്താൻ ആവശ്യമായ അല്പം ഭക്ഷണമേ ആവശ്യമുള്ളൂ. വളരെ ശരിയാണ്. നിങ്ങൾ ശരിക്കും ചോദിച്ചു നോക്കും ഡോക്ടർമാരോടൊക്കെ, നമ്മൾ ഈ ഭാര്യ വലിച്ചു തന്ന അത്രയൊന്നും വേണ്ട, കുറഞ്ഞ ഭക്ഷണമേ വേണ്ടൂ. ഇനിയില്ല അതൊന്നും മതിയാവില്ല, അത്ര കുറച്ചൊന്നും മതിയാവില്ല എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ കഴിച്ചേ മതിയാവുള്ളെങ്കിൽ ഒരു കാര്യമുണ്ട്, സുലുസുൻ തആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫസി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. 1/3 നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, 1/3 വെള്ളം, 1/3 ഫ്രീ ആയിട്ട് നല്ല നിലക്ക് ശ്വാസം കഴിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇങ്ങനെ എല്ലാ സംഗതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ മുഴുവനും ഒരായത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, ആരെയും ഇടങ്ങാറാക്കരുത്, ഓരോരുത്തരിൽ നിന്നും പിന്നെ അവർക്ക് കഴിയുന്ന സംഗതികൾ സ്വീകരിക്കുക. ഒരാൾക്ക് ഇങ്ങനെയേ പെരുമാറാൻ കഴിയൂ, എന്നാൽ സാരയില്ല, ഓൻ അങ്ങനെയാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കൊണ്ട് ഇനി നിന്ന് കൊടുക്കുക. അതാണ് അഫ്വിൻ്റെ അവിടെ വായന. ഖുദിൽ അഫ്വ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരക്കേടുള്ള ആളുകളെ തൊട്ട് തിരിഞ്ഞു കളയുക, അവിടെ പ്രതികരിക്കാൻ നിൽക്കണ്ട. ഇത് മകാരിമുൽ അഖ്ലാഖിനെ, അതായത് സ്വഭാവ വൈശിഷ്ട്യങ്ങളെ അല്ലാഹു തആല ഒറ്റ ഒരായത്തിൽ ഒരുമിച്ച് കൂട്ടിയതാണ്. ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ പരിശുദ്ധ ഖുർആൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൻ്റെ പകലുകളിൽ വിവരം വളരെ കുറഞ്ഞ, ഒന്നുമില്ല,
പക്ഷേ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് കൊണ്ടുവന്ന് എൻ്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കുന്ന ആളൊന്നുമല്ല. വിരോധിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്യാത്ത ആളായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു വസിയ്യത്ത് പോലെ പറയുകയാണ്. ഒന്ന്, നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എപ്പോഴും വുളൂ നിലനിർത്തുക എന്നത്. കഴിവിൻ്റെ പരമാവധി, എത്ര വളർന്നുള്ളൂ, പരമാവധി വുളൂ നിലനിർത്തുക. നിസ്കരിക്കുമ്പോൾ മാത്രം ഒതു, മുസാബ് എടുക്കുമ്പോൾ മാത്രം ഒതു. അതുപോരാ, മുസാബ് എടുക്കുമ്പോൾ തന്നെ ഒതു ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും മസാല ഉണ്ടോ എന്നാലും നോക്കുക. അത്ര മടിയാണ് ഒതു എടുക്കുക. ഒതു എടുക്കുക എന്നാലും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെയാണ് ഒതുവിട. ഈ കണ്ണിൻ്റെ പീള, അതൊക്കെ നമ്മളുടെ ഒതു എടുക്കുമ്പോൾ അപ്പാട് പോരാന്നല്ലാതെ ഈ കണ്ണിൻ്റെ പീള അപ്പുറം ഇപ്പുറം അല്ലേ, ഇവിടെ ഇവിടെ രണ്ട് ഭാഗവും ലഹാദും അതുപോലെ തന്നെ എന്താ പറയുന്നത്, പിന്നെ ഇതൊക്കെ ശരിക്ക് നന്നായിട്ട് കൈൻ്റെ വിരലും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയല്ലേ വുളു എടുക്കണം നമ്മൾ പറഞ്ഞത്. അതല്ല അസ്ബിഗുൽ വുളുവാന്ന് പറഞ്ഞാൽ വുളു പൂർണ്ണമാക്കണം. സാട്ട് വിട്ട് വുളുവുണ്ട്, നല്ല പൂർണ്ണമായ വുളുവുണ്ട്, നല്ല വുളു. ആ വുളു നമ്മളെപ്പോഴും നിത്യമാക്കിയാൽ വലിയ ആരോഗ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല ആത്മീയമായ വലിയ വളർച്ചയുണ്ടാവും. കാരണം വുളുവുള്ളവനോട് എന്താണ്, മലക്കുകൾക്ക് വലിയ വീര്യല്ലേ. കാരണം മലക്കുകളെ കണക്ഷൻ ഇങ്ങനെ കിട്ടൂ. മറ്റു എനിക്ക് ഭയങ്കര ഇടങ്ങാറുമാണ്, അടുക്കും എനിക്ക് വലിയ ഇടങ്ങാറായി ഇത് വുളു ഉണ്ടായാൽ. അതുകൊണ്ട് ഒരു കാര്യം ഈ വർഷത്തെ ഈ പ്രസംഗത്തിൽ ലാസ്റ്റ് ഞാൻ പറയാണ്, നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും എല്ലാ സമയത്തും വുളൂ നിലനിർത്തണം. ഇശാവലം നിക്കരിച്ച് എന്തെങ്കിലും കുടിക്കുകയും ചെയ്തൊരു ആദ്യം ചൊല്ലി അങ്ങനെ ഉറങ്ങാൻ നേരത്തെ ഒതുവുണ്ടേനെ, യശാൻ്റെ ഒതുവുണ്ടേ, അങ്ങനെല്ലാം കൂടി ഒതു മുറിഞ്ഞായിട്ട് വലിയതൊന്നും ഉണ്ടാകണ്ടല്ലോ. ഒതു മുറിഞ്ഞ് ഉറങ്ങാൻ പോന്ന എന്തായാലും ഉറങ്ങുന്നല്ലേ, ഒതു മുറിയാന്ന് ഞാൻ ഒതു മുറിയുന്ന കാര്യത്തിൽ പെട്ടതല്ലേ. എന്നാൽ ഷറ എന്താ പറഞ്ഞേ, ഇനി അപ്പാട് പോയി കിടന്നോന്നാ അല്ല, അന്നേരം ഒതു എടുക്കണമെന്നാ, ഒതു ദായിമാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് നോക്കി നിങ്ങൾ പറഞ്ഞേക്ക് മനസ്സിലായില്ലേ. യശാ നിസ്കരിച്ച് കുറേ കഴിഞ്ഞ് കിടങ്ങാൻ പോകും, കുറച്ച് മുമ്പ് ഒതു മുറിഞ്ഞു, അവരേ ഒതുണ്ട്. എന്നാലും ഓനോട് പറഞ്ഞ എന്താണ്, ലാ തജ്ലിമൻ നൗമൻ വലാ തകുനാഇമ ഇല്ലാ അലാ ദിക്രിൻ വതുഹ്രിൻ കാമിലാ. ഇതെന്താണ് ഈ ഉറക്ക് വരാത്ത, വെറുതെ ഇങ്ങനെ കിടന്നിട്ട് ഈ ഉറക്കിനെ വലിച്ചു കൊണ്ടുവരാം. നല്ലോണം ഉറങ്ങണമെന്ന് തോർമ്മ ഉറങ്ങിക്കോടോ. അതൊക്കെയാ പറഞ്ഞ ലാ തജ്ലിമൻ നൗമൻ വലാ തകുനാഇമ. നീ ഉറക്ക് വലിച്ചു കൊണ്ടുവരണ്ട. വലിച്ചു വരേണ്ട സാധനമല്ലാന്ന് നമുക്ക് ഇൽമിൻ്റെ മജ്‌ലിസിൽ ഇരുന്നാൽ തിരിയും. പക്ഷേ ചില സമയത്ത് ഉറക്കെങ്കിൽ വരുമല്ല, വലിച്ചു കൊണ്ടുവരും തന്നെ വേണം. അങ്ങനെ വലിച്ചു കൊണ്ടോന്ന് ഉറങ്ങണ്ട. വലാ തകുനാഇമൻ, നീ ഉറങ്ങുന്നവനാകരുത്. ഇല്ലാ അലാ ദിക്രിൻ, ദിക്ർ ചൊല്ലാണ്ട് ഉറങ്ങരുത്, ദിക്ർ ചൊല്ലണം. ഇല്ലാ അലാ ദിക്രിൻ വതുഹ്രിൻ, ശുദ്ധിയോടുകൂടെയുമല്ലാതെ ഉറങ്ങരുത്. കാമിലായ ഒരു ഒതു എടുക്കാം. അതിപ്പോൾ എന്താ, എന്നാലും മുസാബ് തൊടുവാനും പോകുന്നില്ല, നിസ്കരിക്കുവാനും പോകുന്നില്ല, ഒരു 2 വരെ ഒരു ജനാദ പോലും നിസ്കരിക്കുന്നില്ല, ഒരു ഉറങ്ങാൻ പോകുമ്പോഴുള്ള ഒരു ഒതുവല്ലേ, ഒരു കാട്ടിക്കൂട്ടല്ലേ. അങ്ങനല്ല, കാമിലായ ഒതു നിസ്കരിക്കാൻ വേണ്ടി എങ്ങനെ ഒതു എടുക്കുന്നത് അതുപോലെ ഒരു ഒതു എടുത്തിട്ട് പോയിട്ട് കിടന്നുറങ്ങാം. 2 ഒതു എപ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ ഇത് പലപ്പോഴും ചിന്തിക്കില്ല. എന്തായിരുന്നാലും പോയിട്ട് ഉറക്ക് കളയാൻ പോകുന്നല്ലേ, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഭംഗിയിൽ പോകണം. എന്നിട്ട് ഉറങ്ങുമ്പോൾ ഒതു മുറിഞ്ഞോട്ടെ അല്ലേ. നമ്മളെ ഈ സദ്യകൾക്കൊക്കെ ചിലപ്പോൾ ഉണ്ട് ഈ വത്തൊക്കെ, അതുപോലെ ഈ പൈനാപ്പിളൊക്കെ എന്താ ഉഷാർ, നല്ല കോണൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് എന്തിനാ അത് വായിലിട്ടാലെല്ലാം കണക്കനല്ലേ, അത് പൊട്ടിപ്പോകല്ലേ, അതിൻ്റെ എല്ലാ ഷേപ്പും പോകില്ലേ. പക്ഷേ വായിലിട്ടിട്ട് പോകുന്നവരെ നല്ല ഭംഗിയിൽ നിന്നോട്ടെ എന്നല്ല വിചാരിക്കുന്നത്. അതിനാരെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ? സർക്കാരത്തിനൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് നല്ല ഉഷാറായി കൊണ്ടുവന്നാൽ അതുപോലെ പോകുന്നവരെ ഉറങ്ങുന്നവരെ ഒന്നും ഉണ്ടായിക്കോട്ടെ, മുറിഞ്ഞോട്ടെ. നിങ്ങൾ മുറിയേറെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ രാത്രി ഒതു മുറിയേറുന്നു നിങ്ങളുടെ കുടുങ്ങിയനാണ്. അങ്ങനെ പറഞ്ഞില്ല, ഉറങ്ങാൻ പോകുമ്പോൾ ഒതു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒതു കൊടുക്കുക. ഇങ്ങനെ ഒതു ദായിമാക്കുക. അല്ലാഹു തആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നേരത്തെ എഴുന്നേൽക്കുക, സ്വബഹി ആകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കുക. ഞാൻ ബൈഅത്തൊന്നും ചെയ്യുന്നില്ല, സത്യമൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഈ കേട്ട എല്ലാ ആളുകളും ഇനി വേറെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയാണ്, സ്വബഹി വാങ്ങ് കൊടുത്തതിൻ്റെ ശേഷം എണീക്കുന്ന സ്വഭാവം പറ്റൂല. സ്വബഹി വാങ്ങ് കൊടുത്തിട്ട് എണീച്ചിട്ട് നിസ്കരിക്കാണ്ട് പൂരം പറയേണ്ടയില്ല.
സുബഹിൻ്റെ മുമ്പ് തന്നെ കുറച്ച് നേരത്തെ അരമണിക്കൂർ മുമ്പെങ്കിൽ ഏറ്റവും കുറഞ്ഞ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. 2 റക്അത്ത്, ഏറ്റവും കുറഞ്ഞ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ആ സമയത്ത് ഞാൻ പറയട്ടെ, സുബഹി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു 100 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 100 ഇസ്തിഗ്ഫാർ, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ. അല്ലാഹുവിന് വളരെ 2 സംഗതിയും വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു 100 സ്വലാത്തും. സുബഹിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ 3 സംഗതികൾ നമ്മൾ നിർവഹിച്ചു വെച്ചാൽ നമുക്കൊരു മനസ്സമാധാനമാണത്, വല്ലാത്തൊരു മനസ്സമാധാനം. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 100, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അങ്ങനെ തന്നെ ചൊല്ലിക്കൊള്ളണമെന്നില്ല, അതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ സ്വലാത്തും വന്ന്, സലാമും വന്ന്, സയ്യിദും വന്ന്, അതുപോലെ തന്നെ ആലും അസ്ഹാബ് എല്ലാം വന്ന്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ഇങ്ങനെ 100 സ്വലാത്ത്. അതിലപ്പുറം ചൊല്ലിക്കൂടാന്നൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞ ഈ 100 ചെല്ല, അങ്ങനെ പതിവ്. പിന്നെ വേറൊരു കാര്യം, ഒരൊറ്റ വെള്ളിയാഴ്ചയും ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും അങ്ങേയറ്റത്തെ എന്തെങ്കിലും ദറൂറത്ത് എമർജൻസി ഉണ്ടെങ്കിൽ ഒഴികെ, അത് പിന്നെ ആമീൻ ഇല്ല ഹുസ എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ ഒന്നും ഉണ്ടാവും. സാധാരണ അവസ്ഥയിൽ ഒരു വെള്ളിയാഴ്ചയും ഏറ്റവും കുറഞ്ഞത് ഒരു അൽകഹഫ് സൂറത്തെങ്കിലും പൂർണ്ണമായി ഓതാത്ത ഒരു വെള്ളിയാഴ്ചയും മരിക്കുന്നതിനിടയിൽ നമ്മുടെ ഇടയിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. തീർച്ചയായിട്ടും ഓതണം. കാരണം അതെന്തെന്നാ സംഗതിയാണ് വെച്ചേ, അതെന്തെന്നാ സംഗതി, അത് ഇതാണ്, എന്ത് കവചമാണ്, ദജ്ജാലിന്റെ ഫിത്നയത്തുള്ള കവചമാണ് അൽകഹഫ് സൂറത്ത്. അതിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കിയാൽ കുറച്ച് ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ, 10 ആയത്തെങ്കിലും ഇത് കാണാപ്പാടുക. 10 ആയത്ത് കാണാപ്പാടുള്ളവൻ്റെ വന്നാൽ ഈ ദജ്ജാൽ വന്ന ഒരു ചങ്ങും നടക്കൂല, അവൻ്റെ ഒരു സംഗതി ഒരു ചുക്കും നടക്കൂല. അതുകൊണ്ട് എല്ലാവരും അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കരിച്ചാൽ അന്നേരം തന്നെ നമ്മൾ സാധാരണ വിരുദ്ധമൊക്കെ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഒരു അൽകഹഫും കൂടി ഓതിയിട്ട് മാത്രം മറ്റ് പണികളിലേക്ക് നീങ്ങുക. ഉറങ്ങുന്നുണ്ടെങ്കിൽ സ്വഭ പിന്നെ സൂര്യൻ ഉച്ചതിന് ശേഷമാണല്ലോ ഉറങ്ങേണ്ടത്, ആണ് അതിൻ്റെ ശരി. അങ്ങനെ രാവിലെ തന്നെ വെള്ളിയാഴ്ചയുടെ ആ ഉദ്യോഗമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച എൻ്റെ ഒരു വളീഫ ഞാൻ എടുത്തല്ലോ എന്നൊരു സന്തോഷം വന്ന്. എന്നിട്ട് പിന്നെ അവസരമുണ്ടോ ഓതിക്കോളി. ഇപ്പൊ 2 അലക്ക് ഓതിയാ എന്തോ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, ഞാനേറ്റ് ഒന്നും സംഭവിക്കില്ല. ഇനി എന്തിനാണ് 2 അലക്ക് ഓതിയത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ എന്നെ വിളിച്ചോളി, ഞാനവിടെ ഉണ്ടാവും, അത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ 2ഉം 3ഉം ഒക്കെ അലക്ക് ഓതിയാ അത്രയും നല്ലതാണ്. അപ്പൊ ഒരലക്ക് എന്തായിരുന്നാലും ഓതണം, നിർബന്ധമാണ്. അതിനാ ഞാൻ പറഞ്ഞത്, അത് മിസ്സായി പോയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് സുബഹിന്റെ ശേഷം തന്നെ അങ്ങ് ഓതിയേക്കാം. പിന്നെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലൊക്കെ വരുമ്പോൾ അതൊരു വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധം നമുക്ക് വേണം. അവസാനം എല്ലാം കൂടി ബാങ്ക് കേട്ടതിന് ശേഷം ഓടി കതിച്ച് വന്നിട്ട് ഒരു കടപട, അത് മാത്രം പറയാം വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സ്വലാത്തെല്ലാം എങ്ങനെയെങ്കിലും നടത്തത്തിലും പോകുക, അതിന് പ്രത്യേക ഇരിക്കൊന്നും വേണ്ടല്ലോ, സ്വലാത്തെല്ലാം ചെല്ലണം. പിന്നെ വെള്ളിയാഴ്ച കുളിക്കണം. പള്ളിയിൽ പോകുമോ കുളിക്കലിപ്പോൾ നമ്മൾ പലപ്പോഴും ആ കുളി പോരാ, നിയ്യത്ത് ഏറ്റ് കുളിക്കണം. എല്ലാത്തിനും അത് അതിൻ്റെതായ രൂപം വരണ നിയ്യത്ത് വേണ്ടേ. അപ്പോൾ വെള്ളിയാഴ്ച പലരും കുളിക്കലുണ്ടാവും, പലരും നിയ്യത്ത് മറന്നു പോകും. അതുകൊണ്ട് കാര്യമില്ല, വെള്ളിയാഴ്ച കുളിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ വെള്ളിയാഴ്ച കുളിക്കുക തന്നെ വേണം. അതല്ലാണ്ട് ഒപ്പിച്ച് കളയരുത്, അത് പ്രത്യേകം സുന്നത്തുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ വേറെ ഒരു ഹസ്മ്, ഒരു എതിരാളി നാളെ പരലോകത്ത് നമുക്കെതിരായി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് വലിയ രക്ഷയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവനിഷ്ടമില്ലാത്ത, ഹബീബായ തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത എല്ലാ കാര്യങ്ങളും വർജിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരു 10 സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.